സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർപ്പാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മദത്തം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 53-ാമത്തെ ദശകം 7 വരെയാണ് പറഞ്ഞു വെച്ച ശ്ലോകം. വിനിഗ്ധതി ത്വയ്യത ജംബുഗൗഹം സനാമകത്വാത് വരുണസ്തദാനീം. കഴുതയുടെ രൂപത്തിൽ വന്നിട്ടുള്ള ധേനുകാസുരൻ്റെ കിങ്കരന്മാർ കുറുക്കൻ്റെ രൂപത്തിലാണ് വന്നത്. ഒരു തത്വദീക്ഷയില്ലാത്തവർക്ക് ഏത് വേഷമാണ് കെട്ടിക്കൂടാത്തതെന്നുള്ളതാണ് വ്യംഗ്യാർത്ഥം. ചിലപ്പോൾ കുറുക്കനാവും, ചിലപ്പോൾ കഴുതയാവും, ചിലപ്പോൾ കുരങ്ങനാവും, ചിലപ്പോൾ പുലിയാവും. ഇത്രയേ ഉള്ളൂ. അവർക്കുണ്ടോ നിശ്ചിതമായിട്ടുള്ളൊരു ഭാവം? പക്ഷേ ജംബുകനാമധേയം, ജംബുകന്മാരെ വധിച്ചു, കുറുക്കന്മാരെയൊക്കെ ഭഗവാൻ എറിഞ്ഞു കൊന്നു. ഓരോന്ന് കടയുന്നാണ്ട് എറിയ അതിൻ്റെ പ്രാണനാണ് പോവുക, അടുത്തത് എറിയ അതിൻ്റെ പ്രാണനാണ് പോവുക. രസമായിട്ട് കുട്ടികളെ ഓരോന്നൊക്കെ എറിഞ്ഞ് കളിക്കണ പോലെ അവരെ വധിച്ചു. അപ്പോൾ വരുണൻ എന്ത് ചെയ്തു? ജംബുകനാമധേയം വേണ്ടാന്ന് വെച്ചു. ജംബുകൻ എന്ന് വരുണന് പേര് വളരെ കുറച്ച് സ്ഥലത്തെ അത്രേ കാണുള്ളൂ. സാധാരണ അപ്പോൾ അത് വേണ്ടാച്ചു എന്നാണ്. ഇപ്പം ജംബുകന്മാരെ ഭഗവാൻ കൊല്ലും എന്ന് വിചാരിച്ചൊരു തമാശയാണ്. ആണോ വരുണൻ ശ്രുതി പ്രസിദ്ധം വ്യതിദേതി മന്യേ. വരുണസ്തദാനീം, വരുണൻ ആ പേര് ഉപേക്ഷിച്ചത്. ഇനി അടുത്തത് തവാവതാരസ്യ ബലം മുരാരേ സംജാത മദ്യേതി സുരേർനുദത്തം സത്യം ബലം ജാത മിഹേതിഹാസി ബാലേ സമം താല ബലാന്യഭുക്ത. ഹേ മുരാരേ, ആസുരവധം ഇവിടെ നടന്നിരിക്കുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? അങ്ങയുടെ അവതാരഫലം ലഭിച്ചു. ആണല്ലോ അവതാരഫലം കൊണ്ട് വേണ്ടത്. ദുഷ്ടന്മാർ വധിക്കപ്പെടണം, നല്ല ആൾക്കാർ രക്ഷിക്കപ്പെടണം, അതാണ് വേണ്ടത്. ഹേ മുരാരേ എന്ന് വിളിക്കുകയാണ്. തവ അവതാരസ്യ ബലം സംജാതം, അങ്ങയുടെ അവതാര ബലം ഇപ്പോൾ കിട്ടി. തവാവതാരസ്യ ബലം അദ്യ സംജാതം, ഇപ്പോൾ ലഭിച്ചു എന്ന് ആര് പറഞ്ഞു? സുരേ നുത, ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട അങ്ങ്. സുരേ നുത ത്വം ഹാസി, പുഞ്ചിരിച്ചു. ഹാസി. ഇഹം ബലം ജാതം സത്യം. ഭഗവാൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ അതൊന്നുമല്ല, ഈ കരിമ്പനപ്പഴം കുറച്ച് കഴിക്കട്ടെ, ഇളനീര്, ഫലമൊക്കെ അവിടെ നിൽക്കട്ടെ, അവതാരഫലമൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ ഇളനീരിൻ്റെ ഫലം ഞങ്ങൾ കുറച്ച് കഴിക്കട്ടെ എന്നും പറഞ്ഞ് തമാശയോടുകൂടി ഭഗവാൻ ഇളനീർ ഭക്ഷിച്ചു. ഇവിടെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ ഫലം? ഈ പഴം എന്നും കൂടി ഉദ്ദേശമുണ്ട്. പഴമാണ് ഫലം എന്നാണല്ലോ, കരിമ്പനയുടെ മുകളിൽ ഉണ്ടായിട്ടുള്ളതിനെയൊക്കെ പഴം എന്നാണ് പറയണത്, ഫലം. ഇപ്പോഴാണ് ഫലം കിട്ടിയത്. ദേവന്മാർ സ്തുതിച്ചപ്പോൾ ഇവിടെ ഫലത്തിൻ്റെ നാനാർത്ഥം മാറ്റി, നാനാർത്ഥം പ്രയോഗിച്ചു. സത്യം ബലം ജാത, അതെ ഇപ്പം തന്നെ ഫലം കിട്ടിയേ, ഇപ്പം തന്നെയാണ് കഴിക്കാനുള്ള ഫലം കിട്ടിയത് എന്ന് പറഞ്ഞ് ഭഗവാൻ കളിയാക്കി എന്ന് മേപ്പത്തൂർ അവിടെ സങ്കല്പിച്ചിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചിലതൊക്കെ അങ്ങനെയാണല്ലോ, ഭാവനയാണ്, മേപ്പത്തൂരിൻ്റെ ഭാവനയാണ്. സത്യം ബലഞ്ചാതം, സത്യം ബലഞ്ചാതം, അതെ ഇപ്പം തന്നെയാണല്ലോ ഫലം കിട്ടിയത്, എന്നാൽ കഴിക്കില്ലേ എന്നും പറഞ്ഞ് ആ ഇളനീര് ഭഗവാൻ കഴിച്ചു. സത്യം ബലം തവാവതാരസ്യ ബലം മുരാരേ സംജാതം. ഹേ മുരാരേ, തവ അവതാരസ്യ ബലം അദ്യ സംജാതം. അങ്ങയുടെ അവതാരത്തിൻ്റെ ഫലം ഇപ്പോൾ കിട്ടിയില്ലോ, അസുരൻ വധിക്കപ്പെട്ടല്ലോ. ഫലം അവിടെ അവതാര ഉദ്ദേശമാണ് ഫലം എന്നുള്ള വാക്കിനർത്ഥം. രണ്ടാമത്തെ ബലമോ സത്യം ബലം ജാതം, അതെ ഇപ്പോൾ തന്നെയാണ് കരിമ്പനപ്പഴം കിട്ടിയത്, ഫലം കിട്ടിയത് എന്ന് പറഞ്ഞ് താലബലാനി ഭുങ്ക്ത,
ആ ഇളനീര് ഭഗവാൻ സുഖമായി ഗോപന്മാരോട് കൂടി ഭക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടോ മധുദ്രവസ്തൃന്തി ബൃഹന്തി താനി ബലാനി മോദാത്മരവൃന്തി ഭുക്ത്വാ തൃപ്തേച്ച തൃപ്തേർഭവനം ബലൗഘം പഹദ്ഭിരാഗാ ഖലു ബാലകേറ്റം. പറയണം മോദാത് ഭരവൃന്തി മധുദ്രവസ്തൃന്തി. നല്ല ഇളനീരാണ്, കഴമ്പ് ധാരാളം ഉണ്ട്, കാമ്പ്. പിന്നെയോ തേനൊത്ത മാധുര്യവും ഇളമയും ഉണ്ട്, ഒട്ടും കട്ടിയായിട്ടില്ല. തേൻചാറ് പോലെയുള്ള മധുരമുള്ള നൊങ്കിൻ്റെ ആ രസം അവർ ആസ്വദിച്ചു. ധാരാളം കഴിച്ചപ്പോൾ എന്ത് ചെയ്തു, ഈ ബാക്കിയുള്ള ഇളനീര് അവിടെ ഇട്ട് പോകണ്ട, അതങ്ങോട്ട് കൊണ്ടുപോയാൽ വേണം തോന്നിയാൽ ഇതെടുക്കുക, മുറിക്കുക, പിന്നെയും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ബൃഹന്തി താനി ബലാനി തൃപ്തിയായി, ധാരാളം കഴിച്ച് തൃപ്തി വന്നു. കേട്ടോ ബലൗഖം വഹദ്ബി, കൊലയായിട്ടുള്ള ഈ ഇളനീരിൻ്റെ ആ കൊലകൾ അവരെ തലയിൽ വെച്ച് ഗോകുലത്തിലേക്ക് കൊണ്ടുവന്നു. പഴങ്ങൾ വീട്ടിലേക്കായിട്ട് കൊണ്ടുവന്നു. രസമായിട്ടും തമാശ പറഞ്ഞിട്ട് ആർത്ത് വിളിച്ചിട്ടും ബാക്കിയുള്ള ഇളനീര് അവിടെ ഉപേക്ഷിച്ച് പോവാതെ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനായിക്കൊണ്ട് തലയിൽ വെച്ച് ആർത്ത് വിളിച്ച് അവർ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. തൃപ്തേച്ച തൃപ്തൈർ ബലൗഖം വഹദ്ബി, ബലത്തിൻ്റെ കൂട്ടം കൊലയായിട്ടാണല്ലോ അത് വരിക. വഹദ്ബി, ഭഗവാനും വഹിച്ചു, ഗോപന്മാരും വഹിച്ചു. ത്വം ഭവനമാകാകലു, അങ്ങ് വീട്ടിലേക്ക് ഗുരുവായൂരപ്പ വന്നുവല്ലോ. മധുദ്രവസ്തൃന്തി ബൃഹന്തി താനി, ധാരാളം മധുരമുള്ള ഇളനീര് ഉള്ള. മധുദ്രവസ്തൃന്തി ബൃഹന്തി താനി ബലാനി മോദ പരബൃന്തി ഭുക്ത തൃപ്തേശ്ച തൃപ്തേർ ഭവനം ഫലൗഖം വഹദ്ഭിരാഗാഃ ഖലു ബാലകേസ്ത്വം. ഹതോ ഹതോ ധേനുകൈത്യുവേത്യ ബലാന്യദർമധുരാണി ലോകൈ ജയേതി ജീവേതി നുതോ വിഭോത്വം മരുത്പുരാധീശ്വരവാഹിരോഗാൻ. അപ്പോൾ കുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആർത്ത് വിളിച്ച് വരിക എന്ന് പറയുമ്പോൾ ഓരോന്ന് പറഞ്ഞു. ഉപചാതി എന്ന വൃത്താണ് അങ്ങനെ ചെല്ലേണ്ടത്. ഹതോ ഹതോ ധേനുകൈത്യുവേത്യ തമ തുതം ബാലകമം ഭുജേക്ഷണം. സുമാറാ രീതിയിൽ അവർ ഹതോ ഹതോ ധേനുകൈത്യുവേത്യ ബലാന്യദർമധുരാണി ലോകൈ. ധേനുകൻ വധിക്കപ്പെട്ടു എന്ന് എല്ലാവരും കേൾക്കച്ചില്ല ഇങ്ങനെ പറയാൻ തുടങ്ങി. ധേനുകാസുരൻ്റെ ഉപദ്രവം ഇനി ഉണ്ടാവില്ല, എല്ലാവരും സമാധാനിച്ചോളുക. ധേനുക ഹത 2 പ്രാവശ്യം പറഞ്ഞു, ആവർത്തിച്ച് ഹത ഇതി. ധേനുകം കൊല്ലപ്പെട്ടു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഉപേത്യ വീട്ടിൽ വന്ന് മധുരാണി ബലാനി അദദ്ഭി ലോകൈഹി, ഇളനീര് ഭക്ഷിച്ചും കൊണ്ട് ആളുകൾ ആർത്ത് വിളിച്ചു. എല്ലാവർക്കും കൊടുക്കണ്ടേ, പക്ഷഭേദമൊന്നുമില്ല, നിങ്ങൾ എടുത്തോളൂ എല്ലാവരും എടുത്തോളൂ, എപ്പോഴും അത്ര സുലഭമായിട്ട് കിട്ടിക്കോളുന്നില്ല, എല്ലാവരും എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ മധുരാണി ബലാനി അദദ്ഭി ലോകൈഹി, എല്ലാവരും കരിമ്പന ഇളനീര് കഴിച്ചു സുഖമായിട്ട്. ഇപ്പം എന്ത് ചെയ്തു, ജയേതി ജീവേതി, കൃഷ്ണൻ ജയിക്കട്ടെ, രാമൻ ജയിക്കട്ടെ, ഇപ്രകാരം ജയാ ജീവ എല്ലാവരും കൃഷ്ണനെ മംഗളാശംസകൾ നൽകി. ഭക്ഷണത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. അത് കായായാലും ഫലമായാലും കഴിക്കണ ഭക്ഷണമായാലും വെച്ചുണ്ടാക്കിയതായാലും വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ആ കഴിക്കണ ആളുടെ ഒരു തൃപ്തി ഉണ്ടല്ലോ, അത് എപ്പോഴും ഉണ്ടാവണം എന്നാണ്. അപ്പോൾ തൃപ്തിയാവണ വിധത്തിൽ അത് കൊടുക്കും വേണമെന്നും കൂടി ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു അനുഗ്രഹം അത് വലിയൊരു അനുഗ്രഹമാണെന്നാണ്. ആരായിക്കോട്ടെ, ഇവിടെ ഇപ്പോൾ വലിപ്പ ചെറുപ്പോ പാണ്ഡിത്യമോ അതൊന്നും പറയുന്നില്ല. ഏത് ചെറിയ ഒരാളും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ ശരിക്കും പഴയ കാലത്ത് പറയുക, തന്ന ആൾ നന്നായി വരണം എന്ന് പറയണം എന്നാണ്. അന്നദാതാ സുഖീ ഭവ, ഭക്ഷണം തന്ന ആൾ നന്നാവട്ടെ, ചിരഞ്ജീവി ആയിട്ട് സുഖമായിട്ടിരിക്കട്ടെ എന്ന് അനുഗ്രഹിക്കണം. അന്നദാതാ സുഖീ ഭവ എന്ന് മനസ്സിലെങ്കിലും നമ്മൾ ഭക്ഷണം തരണവരെ പറയണം എന്നാണ്. തൃപ്തിയായാൽ
അത് വലിയൊരു തൃപ്തിയാണ്. കാരണം എന്താ, എത്ര ധനം കൊടുത്താലും നമുക്ക് മതിയാവില്ല, എത്ര വേഷവിധാനങ്ങളോ ആഭരണങ്ങളോ നമുക്ക് മതിയാവുമോ? പക്ഷേ ഭക്ഷണം അങ്ങനെയല്ല, മതിയാവും. ഒരു ഘട്ടത്തെ മതിയിട്ടൊഞ്ഞി വേണ്ട. അപ്പോൾ തൃപ്തിയാവുന്ന ഒരു കാര്യമാണ് ഏത് തരത്തിലുള്ള ഭക്ഷണവും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? കൃഷ്ണൻ ജയിക്കട്ടെ, രാമൻ ജയിക്കട്ടെ, കൃഷ്ണൻ ജയിക്കട്ടെ, രാമൻ ജയിക്കട്ടെ എന്ന് സന്തോഷമായിട്ട് അവർ മംഗളാശിസ്സുകൾ നൽകി. ജയേതി ജീവേതി, ജീവേതി ആയുസ് നൽകുകയാണ്. ചിരഞ്ജീവി ഭവ, ജീവ ജീവിച്ചിരിക്കട്ടെ, കുറേ കാലം ജീവിച്ചിരിക്കട്ടെ. ജയിക്കട്ടെ, ജീവിക്കുമ്പോൾ ജയിക്കട്ടെ, കുറേ കാലം ജീവിച്ചിരിക്കട്ടെ എന്ന് നുതോ സ്തുതിക്കപ്പെട്ടു. അപ്രകാരത്തിലുള്ള മരുത്പുരാധീശ്വര, എൻ്റെ രോഗം തീർത്ത് തരേണമേ. 3 ശ്ലോകമാണ് പറഞ്ഞത്. തവാവതാരസ്യ ബലം മുരാരേ സംജാതമത്യേതി സുരേർ നുതത്വം. ഇപ്പോഴാണ് ഭഗവാന്റെ ബലം ദുഷ്ടവധം നടന്നത്. ഭഗവാൻ പറഞ്ഞു ഇളനീർപ്പഴം കിട്ടിയത് ഇപ്പോഴാണ്. ഫലത്തിൻ്റെ അർത്ഥം മാറ്റി. സത്യം ഫലം ജാതം ഇഹേതിഹാസി ബലേ സമം താലബലന്യമുക്ത. ഇപ്പം തന്നെയാണ് ഫലം കിട്ടിയതെന്നും പറഞ്ഞു ഭഗവാൻ. ഈ പഴത്തിൻ്റെ ഉദ്ദേശത്തോട് കൂടിയിട്ട് ബലം എന്നുള്ള വാക്ക് ഉച്ചരിച്ചോടെ. മധുദ്രവസ്തൃന്തി ബൃഹന്തിതാനി ബലാനി മോദാത്മരവൃന്തി ഭുക്ത്വ തൃപ്തേച്ചതിർഭവനം ബലൗഹം പകത്വിരാഗാകലുബാലകീർത്തം. മധുരമുള്ള ഇളനീർ തലയിൽ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടോ ഹതോ ധേനുകൈത്യുപേത്യ ഫലന്യതദ്ഭിർമധുരാണി ലോകൈ. ധേനുകാസുരൻ വധിക്കപ്പെട്ടു എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ മംഗളാശംസകൾ നൽകി. ജയേതി ജീവേതി ഋതോ വിഭോത്വം മരുത്പുരാധീശ്വര പാഹി രോഗാൻ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.